അങ്ങാടിപ്പുറം അമ്പലത്തിൽ പൂരം തുടങ്ങി എങ്ങനെ വരാതിരിക്കും. ഞായറാഴ്ച ഇവൻ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു 8 വർഷമായിട്ട് മുടങ്ങാതെ പൂരം കാണാൻ ഞങ്ങൾ വരാറുണ്ട് കേട്ടോ. ഏട്ടനെ കെട്ടുന്ന വരെ വണ്ടൂരുകാരി എനിക്ക് അമ്പലം വളരെ ദൂരമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിലേക്ക് ആകെ ഒരു തവണ എങ്ങാനും വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏട്ടനെ കല്യാണം കഴിച്ചപ്പോൾ അങ്ങനെ കേട്ടോ. എല്ലാ വർഷം പൂരത്തിനും അല്ലാതെയും ഒക്കെ നമുക്ക് പോകാൻ പറ്റുന്ന അടുത്തുള്ള ഒരു അമ്പലമായി മാറിയിട്ടോ. എപ്പോഴും അത്യാവശ്യം തിരക്കുള്ള ഒരു അമ്പലം കേട്ടോ. പൂരമാകുമ്പോൾ അതിൻ്റെ ഇരട്ടീൻ്റെ തിരക്കായിരിക്കും കേട്ടോ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് മംഗലപിച്ച. ആ പേരിൽ തന്നെയാണ് ഈ അമ്പലം അറിയപ്പെടുന്നത് കേട്ടോ. കല്യാണമൊക്കെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ തടസ്സമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ വന്നിട്ട് വഴിപാടൊക്കെ നടത്തുമ്പോൾ അതങ്ങ് മാറിക്കിട്ടും കേട്ടോ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് 3 കൊല്ലം ഈ വഴിപാട് നടത്തിയിരുന്നു കേട്ടോ. ദീപാരാധനയുടെ സമയത്തോട്ടോ ഞങ്ങൾ അമ്പലത്തിലെത്തിയത്. പക്ഷെ വിചാരിച്ചത്ര തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് തൊഴുതിറങ്ങാൻ പറ്റി. പിന്നെ ഈ ടൈമിൽ വരുന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ കേട്ടോ. തൊഴുതൊക്കെ ഇറങ്ങുമ്പോഴേക്കും രാത്രിയിൽ അമ്പലപ്പറമ്പ് കൂടെ നടക്കാൻ വേറൊരു വൈബാണല്ലോ. സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഏട്ടൻ കട്ട പോസ്റ്റ് ആണെങ്കിലും ഈ ഒരു സാധനം ഞങ്ങൾ രണ്ടാളും ഒത്തൊരുമയോടെ വാങ്ങുന്ന സാധനം കേട്ടോ. എല്ലാ വർഷവും ഈ സ്ഥലത്തുനിന്ന് തന്നെ ഞങ്ങളിത് വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. പേരെന്താണെങ്കിലും പൂരപ്പറമ്പിൽ മാത്രമേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ കേട്ടോ. സംഭവം കിട്ടുവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ. ബൈ, സീ യു.